ഇതൊന്നും കണ്ടും ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ അത്ര ലോകമടിയെത്തിയൊന്നുമല്ല. എന്നാലും എങ്ങനെയൊക്കെയോ പാത്ര സ്റ്റാൻഡിൽ ഉള്ള കുണ്ടാമുണ്ണികളൊക്കെ കൊണ്ടുവന്ന് നടക്കും ചില സമയത്ത്. അങ്ങനെ ആവശ്യം നേരത്തെ നോക്കിയാൽ ഒരു സാധനം കാണുകയില്ല. അങ്ങനെ ഈ ചോപ്പർ തപ്പിയാണ് ഞാൻ നേരം പോയത്. അങ്ങനെ 4 മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോപ്പർ ഞാൻ തപ്പിയെടുക്കണം. അതിൻ്റെ കാരണം ഞാൻ ലാസ്റ്റ് പറയാട്ടോ. അപ്പം അങ്ങനെ ചോപ്പർ കിട്ടി, കൈയൊക്കെ കുറച്ച് മുറിഞ്ഞു, അതൊക്കെ അവിടെ വിട്ട് അങ്ങനെ 4 മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് 4 മുട്ട, കുറച്ച് ചെറിയ ഉള്ളി, 2 പച്ചമുളക് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 4 മുട്ട അങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിൽ. പിന്നെ ഒരു ആർഭാടത്തിന് ലേശം കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ ചോപ്പർ ഉപയോഗിക്കാൻ കാരണം എന്താണ്, ഇതുപോലെ നല്ല വ്യക്തമായിട്ട് പതഞ്ഞ് പൊന്തി കിട്ടും മുട്ട. അപ്പം അങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കട്ടെ. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച്, മുട്ട പൊരിച്ചതും പിന്നെ കുറച്ച് ഇതൊക്കെ ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുട്ട പൊരിച്ചത്, ചീരുപ്പേരി, പിന്നെ ഉള്ളിമുളകും ചമ്മന്തി, പുളിയിട്ട് ചാലിച്ചത്. അങ്ങനെ പുളിയിൽ കുറച്ച് പുളിങ്കുരൊക്കെ കിട്ടി. അപ്പം അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്.